എടാ തങ്കച്ച ഇന്ന് വന്നേ. എന്താ ഈ കല്യാണക്കല്ലേ ചെലവൊന്നുമില്ലേ? ചെലവോ? കല്യാണത്തലേന്ന് ഈ കാടൊന്നും വെട്ടിത്തെളിക്കാൻ ആരുമില്ല. ഇത് മുഴുവനാ പുല്ല് വെട്ടാനും കൂടി പറ്റാത്ത നീയാണ് കല്യാണത്തിന്. വേറെ കല്യാണമായിട്ട് ചണ്ടക്കോല് പോലെ ആയില്ലടാ. വിളിക്കാത്ത അമ്മാവനൊക്കെ തലേന്ന് വന്നോ എന്നെ മുടിപ്പിക്കാൻ? ഞാൻ വന്നിട്ടാ സാടുന്നില്ലേ പെട്ടയ്ക്ക നമുക്ക് മതി. അളിയ ഈ കല്യാണ തലേന്നായിട്ട് സെറ്റപ്പ് ഒന്നും ആയില്ല ഇവിടെ. സെറ്റപ്പ് ഇവിടെ കാടേതാ വീടേതാന്ന് അറിയാൻ പാടില്ല, അതിനിടയിലെ സെറ്റപ്പ്. എന്താ ഈ കാടൊക്കെ ഇങ്ങനെ? അല്ല അളിയ ഓളപ്പം വണ്ടി കിടക്കുന്നുണ്ടല്ലോ പരിവാരെ. ദൈവമേ, ബസ്സൊക്കെ തലേന്ന് വന്നോ എന്നെ മുടിപ്പിക്കാൻ? പറഞ്ഞതിൽ നേരത്തെ എത്തിയോ? ബസ്സൊക്കെ എന്തിനാ ഇത്ര നേരത്തെ വന്ന്? കല്യാണത്തലേന്നല്ലേ, അവിടെ ഓട്ടൊന്നുമില്ല. എന്നാ സദ്യയും കാര്യങ്ങളും കല്യാണത്തലേന്ന് കിട്ടുമല്ലോ. അടിച്ച് പൊളിക്കവിടെ. നാളെ എന്നിട്ട് സമാധാനമായിട്ട് കല്യാണത്തിന് പോവാം. നമ്മുടെ ആളല്ലേ ഇത്. പാട്ടും ഇതൊക്കെ ഇല്ലേ? എല്ലാം ഉണ്ട്. അല്ല ചേട്ടാ, തലേന്ന് പോണ്ട പെണ്ണിന്റെ വീട്ടിൽ പോണ്ട വണ്ടി പോവാലോ? അങ്ങനെയാണല്ലേ. ആള് വരാണ്ട് കറി, മീൻ വറുത്തതില്ല, ചോറ്, ചപ്പാത്തി. ഈ ആള് വരാ. ഹലോ, വണ്ടിയോ? അതിന് കല്യാണം നാളെ അല്ല, ഇന്ന് എന്തിനാ വന്ന വണ്ടി? ഒരു കാര്യം ചെയ്യ്, ഉള്ളതൊക്കെ കഴിക്കാം. ഇങ്ങോട്ട് വാ, നിങ്ങളെല്ലാവരും ഇങ്ങോട്ട് വാ. ഓക്കെ. തോന്നുന്നില്ലോ. എന്തായാലും ചെക്കനെ വിളിച്ചേക്കാം. ഹലോ, ഞാൻ സ്റ്റിൽ ഫോട്ടോഗ്രാഫറാണ്. ഇവിടെ ഞാൻ ലൊക്കേഷനിൽ എത്തിയായിരുന്നു. എവിടെ വെച്ചാണ് ഫോട്ടോ ഒക്കെ എടുക്കണ്ടേ? നമുക്ക് ഫ്രെയിം വെച്ച് ഇതെല്ലാം എവിടെ സെറ്റ് ചെയ്യണ്ടേ? ചേട്ടൻ എവിടെയാണ്? ആദ്യത്തെ കല്യാണ എന്ത് ഇവനല്ലേ? വിശന്നിട്ട് പാടില്ല. ഫുഡായെന്ന് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് പോയാലോ? അങ്ങോട്ട് നീങ്ങാം. എന്റെ ഫോട്ടോ എടുക്കാൻ സ്റ്റിൽ ഫോട്ടോഗ്രാഫറോ? ഞാനിപ്പോ അവൻ പോട്ടത് നമുക്ക് കഴിക്കാം. അവനെ നമുക്ക് തപ്പാം. എൻ്റെ ദൈവമേ, ഫുഡും ഇല്ല, മീൻകറിയും ഇല്ല, ചിക്കനും ഇല്ല, ഒന്നുമില്ല. ശകലം ചോറും പുളിശ്ശേരി മാത്രമേ ഉള്ളൂ. ആ വിളിച്ചവരെയൊക്കെ ദേ ഇരച്ച് കയറി ഇപ്പോൾ വരുമല്ലോ കർത്താവേ. ഈ ഫാമിലിക്ക് തുള്ളിച്ചാടി പോണ പുള്ളിപ്പുഴി പോലെ കല്യാണം അവൻ്റെ അതിൻ്റെ ഒരു സന്തോഷ വിശക്കല്ലേ നിങ്ങൾക്ക്? വിശക്കുണ്ട്. നമ്മൾ വിളിച്ച ആളിനെ അവിടെ ചാരി നിൽക്കണത്. പുള്ളിയുടെ നിപ്പ് കണ്ടിട്ട് തിന്നും മട്ടിട്ട് വീർത്തിട്ട് നിൽക്കണമെന്ന് തോന്നുന്നുണ്ട്. ആളുടെ തന്നെ ചോദിക്കാൻ പാ. ഓ, ചിക്കൻ ബിരിയാണി. എവിടെ ചിക്കൻ ബിരിയാണിയാ? നിങ്ങളൊക്കെ കഴിച്ചാ? ഞങ്ങൾ കൂടിയില്ലേ? ഇവിടെ അല്ല പ്രശ്നം. ഒരു കാര്യം ചെയ്യ്, ബാറിലേക്ക് പോവാം. ബാറിലേക്ക്? ഫുഡൊന്നും ഇല്ലേ? ഫുഡൊക്കെ ഉണ്ടാ, നമുക്ക് ബാറിൽ പോയി ദക്ഷിണകാശി പോയി. എന്റെ ബസ്സിന്റെ ഇതാ പ്രോഗ്രാം പോയാ? കല്യാണല്ലേ മുടങ്ങിയത്? എനിക്കറിയാം. അതെങ്ങനെ? അല്ല അത് പറയാ, നീ ആരാ? ഞാൻ ബ്യൂട്ടീഷ്യൻ. ബ്യൂട്ടീഷ്യനാ? നേരത്തെ പൗഡറും കുടിക്കാത്തവന് ബ്യൂട്ടീഷ്യനാ. എന്നിട്ട് ബ്യൂട്ടീഷ്യൻ ചെയ്താ? അപ്പൊ ചെക്കൻ അവിടെ? ചെക്കൻ സ്റ്റിൽ ഫോട്ടോഗ്രാഫർ വരുന്ന പറഞ്ഞിട്ട് എന്റെ അടുത്ത് മേക്കപ്പ് ചെയ്യാൻ വന്നിട്ടുണ്ടായി. മേക്കപ്പ് ചെയ്യാൻ വന്നിട്ട് ഞാൻ പൊട്ടി മേക്കപ്പ് എല്ലാം ചെയ്തു. എന്നിട്ട് രണ്ടാമത് എക്സ്ട്രാ പുട്ടിയിട്ടു. പുട്ടിയിട്ട് ആകെ അബദ്ധമായി പോയി. അവന് അലർജി വന്നു. നേരെ ഹോസ്പിറ്റലിൽ കൊണ്ട് അഡ്മിറ്റ് ചെയ്തു. ആകെ പ്രശ്നമോ? കല്യാണം നടക്കൂല. അവന് ചെക്കനെ എങ്ങനെ കൊണ്ടുവരും? ചെക്കനില്ലാന്ന്. അല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും നിർബന്ധമാണെങ്കിൽ ഞാൻ വേണമെങ്കിൽ ചെക്കനാവട്ടെ.
ഈ ചെറുക്കന കുഴപ്പമൊന്നുമില്ല, ബ്രോക്കർ കാശ് എനിക്ക് കിട്ടിയാൽ മതി. അങ്ങനെയാണെങ്കിൽ വണ്ടിക്കാശ് എനിക്ക് തരണം ബസ്സിന്റെ. അങ്ങനെയാണെങ്കിൽ നിന്റെ സ്ഥാനത്ത് മാമനായിട്ട് ഞാൻ നടത്തിയതോടെ ഈ കല്യാണം. എങ്കിൽ ഈ കല്യാണം നമുക്ക് ആഘോഷമാക്കാം. അന്ന് നമുക്ക് ഇത് അടിപൊളിയാക്കാന്ന്. അടിച്ചു പൊളിക്കാൻ ഞാനും എന്റെ വണ്ടി റെഡി. എന്നാ കൊടുക്കായി. അപ്പൊ ഞാനാ എടാ നീയാണ് ഇനി എന്റെ ബ്യൂട്ടീഷ്യൻ, മനസ്സിലായോ? പിന്നെ ഒരു കാര്യമുണ്ട്, കുട്ടി വേണ്ട.